പി.വി. അൻവറിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് അൻവർ UDF തർക്കത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. അൻവർ എഫക്ട് ഉണ്ടാകില്ല. നിലമ്പൂരിൽ LDF വലിയ വിജയം നേടുമെന്നും എളമരം കരീം മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം നമ്മോട് സംസാരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഘട്ടം എവിടെയാണ്, എങ്ങനെയാണ്, ഏത് സമയത്താണ് ഉണ്ടാവുക? ഞങ്ങൾ സാധാരണ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു രീതിയുണ്ട്. താഴെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ഒരഭിപ്രായം കേട്ട് അത് ആ ജില്ലയുടെ കമ്മിറ്റിയുടെ അഭിപ്രായവും കേട്ടതിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന്മേലൊരു തീരുമാനം എടുക്കുക. അതിപ്പോൾ ഏത് തിരഞ്ഞെടുപ്പായാലും ആ പ്രോസസ്സുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് എന്നതുകൊണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാവുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും വെള്ളിയാഴ്ച കൂടി സ്ഥാനാർത്ഥി അറിയാമെന്ന് തീർച്ചയായും മിക്കവാറും അത് അങ്ങനെയാണ് സാധിക്കും. രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ LDFന്റെ ഒരു MLA ആയിരുന്ന ആൾ രാജിവെച്ച ഒരു സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അയാൾ UDFുമായി ചില തർക്കങ്ങളുണ്ടെന്നാൽ പോലും UDF പക്ഷത്തേക്ക് നിൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. LDFനെ സാധ്യതകളെ ബാധിക്കുമോ? LDFന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDF ജയിച്ചു. ഈ മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ചിലതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തുന്നത്. LDFന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. LDFലെ ഒരു MLA ആയി 8 കൊല്ലം 9 കൊല്ലത്തോളം പ്രവർത്തിച്ച ഒരാൾ LDF വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ CPIMലെ ഒരു മെമ്പർ പോലും പോയിട്ടില്ല. പാർട്ടിക്ക് യാതൊരു ക്ഷതവും ഏൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം കുറയേണ്ട ഒരു സാഹചര്യവും കാണുന്നില്ല. അൻവറിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ പിണറായി സത്തെ തോൽപ്പിക്കാനാണ് അദ്ദേഹം ഈ ഇലക്ഷനിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ്, അൻവർ എഫക്റ്റ് CPMനെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. അതൊക്കെ മോദിയാണ് കുറച്ചുകൂടി മെച്ചം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ പൊള്ളത്തരം എല്ലാവർക്കും വ്യക്തമാണ്. രാഷ്ട്രീയമായ ഒരു പാപ്പരത്തമാണ്. പിണറായിസം എന്ന് പറയുന്ന ഒരു ഈസമൊന്നും കേരളത്തിലില്ല. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. പിണറായിയെ അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായത് 2016 മാത്രമേ ഉള്ളൂ. CPIMൻ്റെ നേതാവ് എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരാളാണ് അദ്ദേഹം. ആരാണ്, എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അപവാദ പ്രചരണമൊന്നും CPIMനെയോ പിണറായിയെയോ ഒരു തരിമ്പ് പോലും ബാധിക്കില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു 4ാം വർഷത്തിൽ നടക്കുന്ന ഒരു അവസാന ഘട്ടത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതൊരു സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും എന്ന് വിലയിരുത്താമോ, പറയാമോ? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ വാർഷിക പരിപാടികളിലും മറ്റും നല്ല നിലയിൽ വിശദീകരിക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തത്തോടെ നടക്കുന്നത്. സർക്കാരിന് നല്ല അംഗീകാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ടത് ഒരു വിലയിരുത്തലാണെന്നോ അല്ലെങ്കിൽ ഹിതപരിശോധനയാണെന്നോ പറയേണ്ട കാര്യമില്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ വിലയിരുത്തലാണെന്ന് പറയാനുള്ളൊരു ആത്മവിശ്വാസക്കുറവുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ഒരു വെല്ലുവിളി ഒരു കാലത്ത് ഞങ്ങൾ നടത്താറില്ല. അതെല്ലാം ഒരു എന്താ പറയുക, മാധ്യമ ഭാഷയിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിനെയും ജനങ്ങളുടെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുക, ജനഹിതം ഉയർത്തിക്കൊണ്ടുവരിക, അനുമാനിക്കുക, ഇതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ കുറച്ച് ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ. പിന്നെ LDFനോട് ഇടഞ്ഞാണ് PV അൻവർ ഇറങ്ങിയത്. ഇപ്പോൾ LDFും UDFും PV അൻവറും തമ്മിലുള്ള ആ ഒരു പോരാട്ടം കാണുമ്പോൾ പുറത്ത് നിരീക്ഷിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതെ, ഈ ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ലാതെയാണ് അൻവർ ഇതുവരെ പരിഹസിച്ചുകൊണ്ടിരുന്നത്. LDFനെയും മുഖ്യമന്ത്രിയും ഒക്കെ തേറി പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകൾക്ക് അധികം ആയുസ്സുണ്ടാവില്ല. ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം കൈക്കൊണ്ട നിലപാടിൻ്റെ ഒരു പരാജയം അദ്ദേഹം മനസ്സിലാക്കും. എന്തായാലും അൻവർ എഫക്റ്റ് ഉണ്ടാവില്ല. LDF ആത്മവിശ്വാസത്തോടെ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് എളമരം കരീം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.